ഹലോ, ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല റെസിപ്പീസ് നോക്കാം. ഇതിൽ തന്നെ സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ചോറ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബാക്കിയായ ചോറോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളതോ ഏത് വേണമെങ്കിലും എടുക്കാം. അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള ചോറ് എടുക്കാണ്ടിരിക്കുക. ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കാൻ നോക്കുക. ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ 1/2 കപ്പ് ഒന്നും മതിയാവില്ല ഗോതമ്പ് പൊടി, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളെടുത്ത ചോറിനനുസരിച്ച് അളവ് കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത് അത്രയും ഗോതമ്പ് മാവ് ചേർക്കേണ്ടി വരും. ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം 1/2 കപ്പ് ചേർത്ത് നോക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. കയ്യിൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കും. കാരണം ചോറായതുകൊണ്ട് തന്നെ അറിയാമല്ലോ, കയ്യിൽ നല്ലോണം ഒട്ടിപ്പിടിക്കും. പക്ഷെ ഒട്ടിപ്പിടിക്കാതെ നമുക്കൊന്ന് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഇച്ചിരി ആയിട്ട് പിന്നെ ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് വീണ്ടും ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അവസാനമാകുമ്പോൾ നമുക്കൊന്ന് കൈ ഒന്ന് നന്നായിട്ട് എണ്ണ തടവിയതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ചപ്പാത്തി മാവ് പോലെയൊന്നും വരില്ല, എന്നാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവാക്കിയാൽ മതി. എന്നിട്ട് കയ്യിൽ നന്നായിട്ട് ഓയിൽ തടവിയതിന് ശേഷം നമുക്കൊരു ചെറിയ ഉരുള ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ പിടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യില്ല, അത്രയും വലുപ്പത്തിലുള്ള ഉരുള എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. റൗണ്ടായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റൗണ്ടായിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനൊരു വേറൊരു മോഡൽ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റീമറിനകത്ത് ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ തടവി അതിനകത്തോട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്കങ്ങനെ ഒത്തിരി നേരമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്കിത് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതേ 10 മിനിറ്റ് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കതെടുത്ത് മാറ്റാം. ഇനി നമ്മളിത് ഇതിനകത്തോട്ടുള്ള മസാല റെഡിയാക്കുകയാണ്. അപ്പം ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സാധാ ഓയിൽ എടുത്താലും മതി. അതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില റെഡിയാവുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 6 വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഉണ്ട്, അതൊന്ന് ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് സവാളയാണ്. ഒരു മീഡിയം സൈസുള്ള സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മസാല ഒരുപാട് വേണമെങ്കിൽ മീഡിയം സൈസുള്ള ഒരു 2 സവാള വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് നമുക്ക് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാൻ നോക്കുക. ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് പച്ചമുളക് ചേർക്കുന്നില്ല, കാരണം ഇവിടെ മോൻക്ക് കൊടുക്കാനുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് എടുത്ത് കളയാൻ എളുപ്പത്തിനാണ് അങ്ങനെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാൻ നോക്കുക. മസാല നമുക്ക് അങ്ങനെ ഒരുപാട് വേണമെന്നില്ല, ഇത് തന്നെ ധാരാളമാണ്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് ഒരു 1/2 കപ്പിൻ്റെ 1/4 കപ്പിൻ്റെ ഇടയിലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കയ്യിൽ കുറേ തേങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത്, കാരണം തേങ്ങയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കാൻ നോക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിലാണ് നമുക്ക് നന്നായിട്ട് അതിൽ മസാല പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതേ ഞാൻ എല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ഇത് എവിടെയും പിടിക്കാത്ത പോലെ തോന്നും, ഭയങ്കര വെള്ളം പോലെ തോന്നും.
പക്ഷേ ഇത് വറ്റി വരുന്ന സമയത്തേക്ക് നല്ല കട്ടിയായിട്ട് വരും, നന്നായിട്ട് മസാലയൊക്കെ ഇതിൽ പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിക്കാവുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിരിപ്പുണ്ട്, മസാലയും നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ. നല്ല ചൂടോടെ തന്നെ വിളമ്പാൻ നോക്കുക, കാരണം ചൂടോടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്തത് നല്ലൊരു സ്വീറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ചോറ് വെച്ചത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിണ്ണത്തപ്പം, അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ ഇവിടെ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, 3 മതിയാവും. ഇതിൽ 4 പോലെ തോന്നും, പക്ഷെ അത് പൊട്ടിയതാണ്, 3 അച്ചേ ഉള്ളൂ. അതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പൊ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. തീ അങ്ങ് ഓഫ് ചെയ്യുക, എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. അപ്പൊ ഇത് ഞാനിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ചോറിന് നമ്മളിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. അത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ നോക്കുക. അത് ചേർത്തിട്ടാണ് നമ്മൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഞാനിവിടെ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ആദ്യമേ നമുക്കങ്ങ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പൊ ഒട്ടും കട്ടയില്ലാതെ ഞാൻ അതിതേ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 നുള്ളി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് ഉരുക്കിയിട്ട് ഞാൻ അതൊരു നോൺ സ്റ്റിക് പാനിലോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങയും അതേപോലെ തന്നെ നമ്മുടെ ചോറും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കോൺഫ്ലോർ കലക്കിയ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നോൺ സ്റ്റിക്കിൽ ചെയ്യാണ് കൂടുതൽ എളുപ്പം, കാരണം ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ അരമണിക്കൂറൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കുറച്ച് സമയം എടുത്ത് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ല ഉരുളിയിലൊക്കെ കുറച്ച് ലോ ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇതേ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓൺ ചെയ്യാം. നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ്, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഒട്ടും അടുക്കി പിടിക്കാതെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അരമണിക്കൂറിനുള്ളിൽ ഇത് റെഡി ആയിട്ട് കിട്ടുന്നത്. അല്ലാത്തവർക്കാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ അല്ലെ ലോ ടു മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് കുറച്ച് അധിക നേരം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ടേസ്റ്റിലൊന്നും അങ്ങനെ വ്യത്യാസമൊന്നും വരില്ല. അപ്പൊ ഇതിവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ടോട്ടലി ഞാൻ ആകെ 5 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അത്രയും എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത്രയും എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഒട്ടിപ്പിടിക്കാൻ തോന്നുമ്പോൾ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പൊ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അവസാന ഘട്ടം വരുമ്പോഴാണ് നെയ്യുടെ ആവശ്യം കുറച്ചുകൂടെ കൂടുതൽ വരുന്നത്. പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അധികം ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി ഞാൻ ഇതിനകത്തോട്ട് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ട്. ഞാൻ മുൻപ് ഇട്ടത് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു കിണ്ണത്തപ്പം ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തേങ്ങാക്കൊത്തിന് പകരം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് അടിയിലൊക്കെ പിടിക്കലൊക്കെ മാറി ഇത് ഇങ്ങനെ കുഴഞ്ഞ പരുവായിട്ടുണ്ട്. നമ്മുടെ സ്പൂണിന്റെ കൂടെ തന്നെ അത് നമ്മൾ കറക്കുമ്പോൾ വരും. അപ്പൊ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വേവിക്കുന്നത്. നമ്മുടെ കിണ്ണത്തപ്പം ഒട്ടും തന്നെ അടിയിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ വേണം നമ്മൾ ഇത് അവസാനം തീ ഓഫ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പൂണിന്റെ കൂടെ തന്നെ അത് വരും. ഒട്ടും തന്നെ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല. ഈ പരുവായിട്ടുണ്ടെങ്കിൽ മാത്രമേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന് ശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ നെയ്യ് ഇതിൽ പിടിക്കുകയില്ല, പുറത്ത് തന്നെ ഇരിക്കും. അപ്പൊ ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം.
അപ്പൊ ഞാൻ ഓൾറെഡി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നെയ്യൊക്കെ തടവി വെച്ചിട്ടുള്ള പാത്രമാണ്. നെയ്യ് തടവിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതിനകത്തോട്ട് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ആ ഒതന്റിക് ആയിട്ടുള്ള കിണ്ണത്തപ്പത്തിന്റെ റെസിപ്പി വേണമെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും എല്ലാവരും ഒന്ന് നോക്കുക. പക്ഷെ അത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് നല്ല അടിപൊളിയാണ്. അപ്പൊ ഇനി നെയ്യ് തടവി ഒരു സ്പൂൺ കൊണ്ട് ഇതിന്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതൊരു 3-4 മണിക്കൂർ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. നല്ലോണം ചൂടാറിയാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഇളക്കി ഒന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല പോലെ നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പൊ ഞാനിത് ഒരു 4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അത്ര നേരം വെക്കണമെന്നില്ല, ചൂട് പോണ വരെ വെച്ചാൽ മതി. നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട്, ഒട്ടും ഊട്ടുന്നൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. ഇത് നല്ല പോലെ സെറ്റ് ആകുമ്പോൾ ഇതിന്റെ സൈഡൊക്കെ ഇതുപോലെ ഇളകി വരും. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പാകം. അപ്പൊ നമുക്ക് ഇതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. നല്ല വായിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു കിണ്ണത്തപ്പാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അടുത്തതായിട്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് ബാക്കി വന്ന ചോറ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വേഗം നോക്കിയിട്ട് വരാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെന്ത ചോറാണ്. വെന്ത ചോറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അരക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വേഗം ഒന്ന് മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുക. കുഞ്ഞു ജാറുണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് കുറേ ഇടാതെ 2-3 ബാച്ചായിട്ട് ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ വെന്ത ചോറായതുകൊണ്ട് അത്രയും വെള്ളം മതി. അഥവാ വേവ് കുറവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഒരു തരി പോലും ഉണ്ടാവരുത്. അങ്ങനെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം അത്യാവശ്യം വേണമെങ്കിൽ മാത്രമേ എടുക്കുക, ഒത്തിരി ലൂസാക്കി എടുക്കരുത്. അപ്പോൾ ഞാനിത് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി വറുക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഞാൻ 1.5 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ്. പക്ഷേ 1 കപ്പ് മാത്രം ആദ്യം ചേർക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കി ചേർത്താൽ മതി. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഓരോ ചോറും വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് പൊടിയിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിത് ബാക്കിയുള്ള അരിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കൈ നന്നായിട്ട് ഒട്ടുന്നുണ്ട്, മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ കൈ ഇതിലൊന്ന് ആക്കിയിട്ട് പോയിട്ട് കൈ കഴുകിയിട്ട് നന്നായിട്ട് എണ്ണയാക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് നേരം കുഴക്കൊന്നും വേണ്ട, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് സാധാരണ പോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തലേന്നത്തെ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചൂടുവെള്ളത്തിൽ കുഴക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടവർ ചെയ്താൽ മതി, നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതേ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇടിയപ്പം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ടേസ്റ്റിൽ ഒരു വ്യത്യാസവും വരില്ല, നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വേവിക്കുന്ന സമയമൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ സമയം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് പച്ച അരിപ്പൊടി ചേർത്തിട്ടുള്ളതല്ല. അപ്പോൾ എന്തായാലും അത്രയും തന്നെ സമയം എടുക്കും. അപ്പം ഞാനിത് ഏകദേശം എല്ലാം ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആവിയിൽ വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഇടിയപ്പത്തിൻ്റെ ഇതൊക്കെ ഇതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം എടുത്ത് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവും അങ്ങനെ ഒന്നുമില്ല. ചോറ് വെച്ചാൽ ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം വിട്ട് വിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
അപ്പം ഞാനിവിടെ ഒരു 2.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത്, എത്ര ആൾക്കാരാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഇത്ര വെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും കഴിക്കാൻ. അപ്പം നമുക്ക് ഈ ചോറൊന്ന് അരച്ചെടുക്കണം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ അതിന് ഇവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരമുറി തേങ്ങ, ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ 5-6 ചെറിയുള്ളി, പിന്നെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരക്കണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ മിക്സിയിൽ തന്നെ നമുക്ക് ചോറും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. എത്രത്തോളം നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് അരക്കാം. വേണമെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ചേർത്തോളൂ, പക്ഷെ മാക്സിമം ചേർക്കാണ്ട് അരച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. ഒത്തിരി ഒന്നും വെള്ളം ചേർത്തിട്ടില്ല, കാരണം വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് കൂടുതൽ പൊടി ഇടേണ്ടി വരും. അപ്പോൾ ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം, കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ആളും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഏകദേശം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂരിലെ കല്ലുമ്മക്കായ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മാവ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആ മാവ് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെയാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ കണ്ണൂരുകാർക്ക് ചിലപ്പോൾ കണ്ടാൽ പരിചയം ഉണ്ടാവും. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പത്തൽ പൊടി, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്രയെന്നും പറയുന്നില്ല, ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ചായിട്ട് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പറഞ്ഞു നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവുണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും കൂടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ നിങ്ങൾക്ക് ഭയങ്കര ഒട്ടുന്ന പോലെ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കയ്യിൽ ഓയിലൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ കുഴച്ച് കൊടുക്കാം. പക്ഷേ ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല, നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നമ്മൾ പൊടി എല്ലാവരുടെയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ബോൾസ് ആക്കി എടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ടാണ് ബോൾസ് ആക്കുന്നത്. ഇപ്പം ശരിക്കും ഇടിയപ്പത്തിൻ്റെ മാവ് പോലെ ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇനി ബോൾസ് ആക്കുന്ന സമയത്ത് ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഒത്തിരി വലുപ്പത്തിൽ ചെയ്യരുത്, കാരണം ഒരുപാട് വലുപ്പമായി കഴിഞ്ഞാൽ മസാല ഒന്നും ഇല്ലാതെ അത് കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കുഞ്ഞുകുഞ്ഞതാക്കുകയാണെങ്കിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു സ്റ്റീമറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വേവിക്കാൻ ഒത്തിരി നേരമൊന്നും വേണ്ട, മാക്സിമം ഒരു 15 മിനിറ്റ് ഒക്കെ മതി, കാരണം ചോറൊക്കെ വെന്തതാണ്, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ അത് അവിടുന്ന് വേവുന്ന സമയം കൂടി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ഞാൻ ഇവിടെ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, എരിവുള്ളതല്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും നല്ല സ്പൈസി ആയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ അത്ര സ്പൈസി ആക്കിയിട്ടില്ല, കാരണം ഇത് കാണുമ്പോൾ ഭയങ്കര എരിവ് തോന്നും. പക്ഷേ കാശ്മീരി ആയതുകൊണ്ട് നല്ല കളറാണ്, അല്ലാതെ ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ വെള്ളം കുറച്ച് ലൂസ് ആക്കിയാലും മതി. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ചെയ്യുന്നത്, ഒത്തിരി കട്ടിയാക്കണ്ട. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചാൽ മതി. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒഴിക്കില്ലേ, അത്ര ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. അത് ചുമ്മാ അങ്ങനെ ചൂടാറിയതിന് ശേഷം കഴിക്കാനും നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അത് ആ മസാലയിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ തന്നെ മസാലയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട, ഒന്ന് മൊരിഞ്ഞ് കിട്ടണം എല്ലാ സൈഡും, അത്ര നേരം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്തായാലും ട്രൈ ചെയ്യണം, ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾക്ക് ഇഷ്ടമാവും, ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്താൽ മാത്രം പോരാ, എൻ്റെ അടുത്ത് ഫീഡ്ബാക്കും പറയാം. അപ്പം നമുക്ക് മറിച്ചിടുന്ന സമയത്ത് സൂക്ഷിച്ച് മറിച്ചിടുക. ഇത് ശരിക്കും നമ്മൾ അരി അരച്ച് ചെയ്യുന്ന പോലെയല്ല, ചോറായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും, ഒരു പഞ്ഞി മാതിരി ഉണ്ടാവും ഉള്ളിൽ. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ശരിക്കും ഞാനിത് കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കല്. നമുക്ക് വേണമെങ്കിൽ സ്നാക്കായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ട്രൈ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിക്കകത്തോട്ട് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക.
ഒരു 1/2 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ചെറിയ പഴം ചേർത്തിട്ടുണ്ട്. പിന്നെ 3 ഏലക്ക ചേർത്തിട്ടുണ്ട്. ഒരു മുട്ട. പിന്നെ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ മുട്ട ചേർക്കണ്ട. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. പാൽ ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കരുത്, കാരണം കൺസിസ്റ്റൻസി ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല ടൈറ്റ് ആണെങ്കിൽ മാത്രം ഒരു ഇച്ചിരിയും കൂടെ പാല് വേണേൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതൊരു മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഓരോ ഉരുളയായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് വലിയ ഉരുള ആക്കണ്ട, ചെറുത് മതി. ഇത് നല്ലോണം പൊങ്ങി വരും. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല പെട്ടെന്ന് കളർ വെക്കും, ഉള്ളു വേവില്ല. ഇപ്പം നമ്മുടെ കിഡിലനായിട്ടുള്ള റൈസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 1.5 ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. സ്വീറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും 100% ഇത് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുക. ഒരുപാട് പേര് മുൻപ് ട്രൈ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഏതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.